ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും വെള്ളം കുടിക്കുന്നത് അത്രക്കും നല്ലതല്ല എന്നുള്ളൊരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ആമാശയം അല്ലെങ്കിൽ സ്റ്റമക്കിലെ pH ഡയല്യൂട്ടഡ് ആവുകയും അതുമൂലം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ? നമ്മുടെ സ്റ്റമക്കിലെ pH യഥാർത്ഥത്തിൽ 1.5-നും 3.5-നും ഇടയിലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ സ്റ്റമക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിലീസ് ചെയ്യുകയും ഇത് നമ്മുടെ pHനെ 1.5-നും 3.5-നും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ 1.5-നും 3.5-നും ഇടയിലുള്ള pH ആണ് നമ്മുടെ സ്റ്റമക്കിനുള്ളിലെ എൻസൈമാറ്റിക് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടുതലായാലും ഇതിൽ കുറഞ്ഞാലും രണ്ടും പ്രശ്നമാണ്. നമ്മൾ ഭക്ഷണത്തിന് മുൻപും ശേഷവും വെള്ളം കുടിക്കുന്നത് നമ്മളുടെ സ്റ്റമക്കിലെ pHനെ അല്പം ഡയല്യൂട്ട് ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മളുടെ സ്റ്റമക്ക് ഉടൻ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിലീസ് ചെയ്യുകയും അത് നമ്മളുടെ pHനെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ബാലൻസ് ചെയ്ത് രണ്ടാമതും നോർമലിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു. കൂടാതെ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കട്ടി അല്പം കുറയാനും അതുവഴി അത് നമ്മളുടെ സ്റ്റമക്കിൽ നിന്നും ഇൻറ്റസ്റ്റൈനിലേക്കുള്ള പാസേജ് കുറച്ചുകൂടി എളുപ്പത്തിലും സ്മൂത്തർ ആവാനും സഹായിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പും ശേഷവും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തികച്ചും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്.